സിപിഎമ്മിന്റെ ഗൃഹസമ്പർക്ക പരിപാടിക്ക് പാർട്ടിയുടെ പെരുമാറ്റച്ചട്ടം. സഖാവേ, ശബരിമല സ്വർണ്ണക്കൊള്ളയെ ന്യായീകരിക്കാൻ സിപിഎമ്മിന്റെ വീട് കയറൽ. ഇതറിഞ്ഞ നാട്ടുകാർ ചെയ്തത് ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂർത്തിയേ, സ്വർണം കണ്ടവനാരപ്പ, സഖാക്കളാണേ അയ്യപ്പ, മോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. 10 വർഷം ഭരിച്ചു മുടിച്ചിട്ട് നേട്ടങ്ങളുടെ കൊടുമുടിയിലേക്ക് എത്തി പോലും. പക്ഷേ ഇതിനെല്ലാം പുറമെ ഇപ്പോൾ സാഷ്ടാംഗം പറയേണ്ടി വന്ന ഗതികെട്ട പ്രസ്ഥാനം. ഞങ്ങൾ കട്ടില്ല, മുക്കിയില്ല, നക്കിയിട്ടേയില്ല, അങ്ങനെ പറഞ്ഞു തുടങ്ങിയ ഗൃഹസമ്പർക്കമാണ് ഇപ്പോൾ മുറ്റടിക്കലും പാത്രം കഴുകലും ഒക്കെയായി. ഏതോ അടുക്കളയിൽ പാത്രം കഴുകല്. എങ്ങനെയെങ്കിലും ഇവന്മാർക്ക് ജയിച്ച് കിട്ടിയാൽ മതി, കക്കൂസ് വരെ കഴുകും. ഇങ്ങനെ ഗതി കെട്ടവന്മാർ, നാണം കെട്ടവന്മാർ വേറെ കാണൂല. ഇലക്ഷൻ വരെ നമ്മുടെ ബേസ് ഇതായിരിക്കും. മനസ്സിലായോ മിസ്റ്റർ? ഭക്ഷണം കഴിച്ച പാത്രവുമായി അന്യന്റെ അടുക്കളയിൽ കയറി ചെല്ലുന്നത് ഒരു അതിഥി ചെയ്യേണ്ട പണിയല്ലല്ലോ. അത് നല്ല മര്യാദയും അല്ല. മാത്രമല്ല അതിനെ വീഡിയോ കൂടി എടുത്ത് പ്രചരിപ്പിക്കുക, അത് അത്ര സംശുദ്ധിയോടെയാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല. സഖാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ വിപ്ലവേ റോഡിലല്ല, സിങ്കിലാണ്, സിങ്കില്. മുദ്രാവാക്യം ചുമരിലല്ല, ഡിഷ് വാഷ് ലിക്വിഡിന്റെ ബോട്ടിലിലാണ്. ചേച്ചി, ഇന്ന് പാത്രം കഴുകണ്ട, പാർട്ടി ഓഫീസിൽ നിന്ന് സഹാക്കന്മാര് വന്ന് കഴുകിക്കൊള്ളും. അപ്പുറത്തെ വീട്ടിലൊക്കെ അവരാ കഴുകി കൊടുത്തത്, ഇങ്ങോട്ടും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എം എ ബേബിച്ചായൻ പാത്രം കഴുകിയതിനെ പരിഹസിക്കുന്നതിനെ പുരുഷാധിപത്യത്തിന്റെ ബോൾഷെവിക് വിപ്ലവം കരകവിഞ്ഞൊഴുകുന്ന ഒരു പോസ്റ്റ് മോഡേൺ ഗൃഹസമരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിശേഷിപ്പിക്കുന്നവരും ഉണ്ട് കേട്ടോ. നമ്മൾ രാജാക്കന്മാരും പ്രഭുക്കന്മാരൊന്നും അല്ലല്ലോ പാത്രം കഴുകാതെ ഇരിക്കാൻ വേണ്ടി. ആ മനോഭാവം ഉള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടായി വരും. സഖാവേ, സഖാവേ, അണ്ണ താരം തന്നെ. നമ്മൾ വീട്ടിൽ പാത്രം കഴുകും, കക്കൂസ് കഴുകും, മുറ്റമടിക്കും, അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ ആരും അതൊന്നും വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിക്കാറില്ല. അതായത് നാട്ടുകാരെ മൊത്തം അറിയിക്കാൻ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാറുമില്ലല്ലോ ബഹുമാനപ്പെട്ട മന്ത്രി അണ്ണ. പ്രത്യേകിച്ച് ആ വീട്ടിലെത്തി വീഡിയോ എടുത്ത് ആ ആതിഥേയരെ കൂടി കാണിച്ച് ഈ നാട്ടുകാരെ മൊത്തം കാണിച്ച് അപമാനിക്കൽ. ഞങ്ങളൊക്കെ അതിന് മര്യാദ കേടെന്നാണ് പറയാറ്. ചിലരൊക്കെ എരപ്പത്തരവെന്നും പറയും. സഖാവ് പാത്രം കഴുകിയത് വോട്ട് കിട്ടാൻ വേണ്ടിയല്ല എന്ന് നമ്മുടെ മന്ത്രി അണ്ണം പറയുന്നുണ്ട്. അത് എല്ലാവരും വിശ്വസിക്കുക. വിശ്വസിച്ചാൽ ഇവിടെ ഒന്ന് ലൈക്ക് അടിക്കുക. കാണട്ടെ പവറേ. ഇനിയിപ്പോ എന്നാ പരിപാടി? റിസൾട്ട് വരുന്നവരെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചിരിക്കണം. അപ്പൊ അത് കഴിഞ്ഞോ? എന്നാൽ ഈ ബേബി സഖാവൊക്കെ ഇത്രയും തരം താണു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് 10 വർഷത്തെ പരാജയം തപ്പി നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കള് വീട്ടിൽ പാത്രം കഴുകുമ്പോഴേ സൂക്ഷിക്കുക. നിങ്ങളുടെ സ്വർണം അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് അവർക്ക് വീക്ക്നെസ് ആണ്.